56 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ബോട്ടിൽസ് ആൻഡ് ബുക്ക്, തുരുത്തിയും പുസ്തകങ്ങളും എന്നൊരു വിഷയമാണ് ഒരു ഷോർട്ട് മെഡിറ്റേഷനായിട്ട് ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ തുരുത്തിയും പുസ്തകങ്ങളും എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് തന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ള ആളാണ്. ഒരുപാട് പരിശോധനയിൽ കൂടി കടന്നുപോയിട്ടുള്ള ആളാണ്. അങ്ങനെ വരുമ്പോൾ തന്റെ ജീവിതത്തിന്റെ വൃത്താന്തങ്ങളെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നമ്മിൽ പല ആളുകളും നമ്മുടെ ജീവിതത്തിന്റെ വൃത്താന്തങ്ങളെ ഡയറികളിൽ എഴുതി സൂക്ഷിക്കുന്ന ആളുകളാണ്. 1978 ആഗസ്റ്റ് മാസം 16-ാം തീയതി ബുധനാഴ്ചയാണ് ഞാൻ വിശ്വാസം സ്വീകരിച്ച് ഒരു വേർപെട്ട വിശ്വാസിയായി തീരുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ 22-ഉം 20-ഉം 42-ഉം 5-ഉം 47 വർഷങ്ങൾ കഴിയുന്നു. അപ്പോ വാസ്തവത്തില് അന്ന് മുതൽ ഈ 79 മുതൽ എൻ്റെ ജീവിതത്തിലെ പല മേഖലകളിലും ഞാൻ സഞ്ചരിക്കേണ്ടി വന്ന ജീവിത വൃത്താന്തങ്ങൾ സംക്ഷിപ്തമായി ഡേറ്റ് ഇട്ട് ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വച്ചിട്ടുണ്ട്. അപൂർവം ചില ആളുകളാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളത് പല നിലയിലും മുൻകാലങ്ങളിൽ ഒരു 40-ഓ 45-ഓ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഒരു പർട്ടിക്കുലർ ഡേ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായി സംഭവിച്ച കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ രേഖകളുണ്ട്. ആ രേഖകൾ എൻ്റെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളും ജീവിതത്തിന്റെ മധുരതരമായ അനുഭവങ്ങളും ഒരുപോലെ ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. എന്നെ ദുഃഖിപ്പിച്ചവർ ദുഃഖിപ്പിച്ച സംഗതികൾ, വേദനിപ്പിച്ചവർ വേദനിപ്പിച്ച സംഗതികൾ, എൻ്റെ നന്മകൾ മുടക്കിയവർ മുടക്കിയതിന്റെ കാരണങ്ങൾ, എന്നെ അകാരണമായി ദ്രോഹിച്ചവർ ദ്രോഹിച്ച ദ്രോഹങ്ങൾ, എന്നെ സ്നേഹിച്ച സ്നേഹിതർ, എനിക്ക് നന്മ ചെയ്ത സഹോദരവർഗങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ അറിഞ്ഞ് എന്നോട് കരുണയും മനസ്സലിവും കാണിച്ച ആളുകൾ, ചെറുതും വലുതുമായി അവർ ചെയ്ത ഉപകാരങ്ങൾ, ഇതെല്ലാം എൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഡയറിയിൽ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ എഴുതുന്ന പല ആളുകളും ഒരുപക്ഷെ ഉണ്ടാകാം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും പരിശോധിക്കുമ്പോൾ ചിലത് നെടുവീർപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു, മറ്റു ചിലത് എനിക്ക് സന്തോഷം ഉളവാക്കുന്നു, വേറെ ചിലത് സമ്മിശ്രമാകുന്ന വികാരങ്ങൾ എന്നിൽ ഉളവാക്കുന്നു. വാസ്തവത്തില് നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന എല്ലാ ആളുകളും ഇങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പൊ 35 വർഷം മുമ്പ് ഒരു പർട്ടിക്കുലർ ഡേയിൽ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിട്ടുള്ളത് കാണാൻ 35 വർഷം മുമ്പുള്ള എൻ്റെ ഡയറിയുടെ ആ പർട്ടിക്കുലർ തീയതിയുടെ പേജ് പരിശോധിച്ചാൽ മതിയാവും. ഞാൻ ഈ 56-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം വായിച്ചപ്പോൾ ദാവീദ് തന്റെ ജീവിതത്തിന്റെ ഡയറി എഴുതുന്ന ഒരാളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ദൈവം നമ്മെക്കുറിച്ചും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നാളുകളെയും ഓരോ പ്രവൃത്തികളെയും സ്വർഗത്തിലെ ദൈവം തന്റെ ഡയറിയിൽ എഴുതി സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. വാസ്തവത്തില് ആ ഡയറി എന്ന് പറയുന്നത് അത് ബോട്ടിലായും തുരുത്തിയായും പുസ്തകമായും ദൈവസ്ഥാനിലുമുണ്ട്. അവിടെ ദാവീദ് പറയാണ്, യു നമ്പർ മൈ വാണ്ടറിങ്സ്, എൻ്റെ ഉഴൽച്ചകളെ നീ എണ്ണുന്നുവല്ലോ, എൻ്റെ ഉഴൽച്ചകളെ നീ എണ്ണുന്നുവല്ലോ. പുട്ട് മൈ ടിയേഴ്സ് ഇൻ ടു യുവർ ബോട്ടിൽ, ആർ ദ നോട്ട് ഇൻ യുവർ ബുക്ക്, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ നീ ആക്കി വയ്ക്കുന്നു, അവ നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? ഒരു ദൈവവേദന്റെ ജീവിതത്തിലെ
കരച്ചിലിന്റെ, കണ്ണുനീരിന്റെ, സങ്കടത്തിന്റെ, നിരാശയുടെ, നെടുവീർപ്പിന്റെ, വേദനയുടെ എല്ലാ അനുഭവങ്ങളും സ്വർഗത്തിലെ ദൈവം തൻ്റെ പുസ്തകത്തിൽ ഇടുന്നുണ്ട്. തൻ്റെ തുരുത്തിയിൽ അത് ദൈവം ശേഖരിച്ച് വെക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്. നമ്മുടെ ജീവിത യാത്ര കർത്താവ് നിരീക്ഷിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ കണ്ണുനീർ അവിടുന്ന് കാണുകയും ചെയ്യുന്നു. മുമ്പൊരിക്കൽ ഞാനൊരു മെസ്സേജ് കൊടുത്തപ്പോൾ ചാർലി ചാപ്ലിനെ കുറിച്ച്, നിശബ്ദ ചലച്ചിത്രത്തിന്റെ ഉപജ്ഞാതാവും അഖില ലോക പ്രശസ്തനുമായിരുന്ന ചാർലി ചാപ്ലിൻ പറഞ്ഞ 3 സ്റ്റേറ്റ്മെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ ഡു നോട്ട് വാണ്ട് അതേഴ്സ് സീ മൈ ടീയേഴ്സ്. മഴ പെയ്യുമ്പോൾ മഴയത്ത് നടക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അതിന്റെ കാരണം എൻ്റെ കണ്ണുനീർ മറ്റുള്ളവർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഴ പെയ്യുമ്പോൾ ഈറനണിയുന്ന ശരീരവുമായി നമ്മൾ മഴയത്ത് നടക്കുമ്പോൾ മഴവെള്ളമാണോ നമ്മുടെ മുഖത്തൂടി ഒഴുകുന്നത്, അതോ ഹൃദയം നൊന്ത് ഉരുകുന്ന കണ്ണീരാണോ എന്ന് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കണ്ണുനീരിനെ കാണുന്നു. അവിടെ നമ്മുടെ നാളുകളെ, ഉഴൽച്ചകളെ അറിയുന്നു. നമ്മുടെ കാലടികളെ അവൻ സൂക്ഷിച്ചു നോക്കുന്നു. നമ്മുടെ കൺപോളകളെ അവന് ദർശിക്കുന്നു. ദൈവത്തിന് മറവായിരിക്കുന്നത് യാതൊന്നും തന്നെയില്ല. നമ്മൾ ചിന്തിക്കുന്നത് പലതും ദൈവത്തിന് മറവാണെന്നാണ്. അല്ല, മനുഷ്യൻ നമ്മോട് ചെയ്യുന്ന ഏത് അനീതിയും, നാം സഹിക്കുന്ന ഏത് വേദനയും, നമ്മുടെ ഹൃദയത്തിന്റെ വികാര വിചാരങ്ങളും, നമ്മുടെ സങ്കടങ്ങളും, നമ്മുടെ നെടുവീർപ്പുകളും അറിഞ്ഞ് തൻ്റെ തുരുത്തിയിൽ, തൻ്റെ പുസ്തകത്തിൽ അവ എഴുതി വെക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ദൈവം. ദൈവം നമ്മുടെ കണ്ണുനീരിനെയും ഇഴച്ചുകളെയും അറിയുകയും ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തവൻ മാത്രമല്ല, അവിടുന്ന് നമ്മുടെ നടപ്പിനെയും കാണുന്നു. നാം ഏത് വഴിയാണ് നടക്കുന്നത് എന്ന് ദൈവം അറിയുന്നു. He knows the path we have been on. Some of these paths are rather bumpy. നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പല വരമ്പുകളും മറികടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള വരമ്പുകൾ മറികടക്കുമ്പോൾ ചിലത് നന്മയ്ക്കും ചിലത് നമ്മുടെ ദോഷത്തിനും കാരണമായി ഭവിക്കാറുണ്ട്. ഈ പറയപ്പെട്ട വരമ്പുകളെല്ലാം നമ്മളെ ചവിട്ടിക്കയറുന്നതാണ്. ദൈവം നമ്മുടെ ഉഴൽച്ചകൾ അറിയുന്നു. അവയെല്ലാം നടന്ന് നീങ്ങുന്ന പരുക്കമുള്ള പാതകൾ എല്ലാം ദൈവത്തിന്റെ പുസ്തകത്തിൽ ദൈവം രേഖപ്പെടുത്തി വയ്ക്കുന്നു. മാത്രമല്ല നമ്മുടെ നാം കരയുന്ന നമ്മുടെ കരച്ചിലും അവിടുന്ന് കാണുന്നുണ്ട്. നമ്മുടെ നാളുകളെ അവൻ കാണുന്നു. നമ്മുടെ കരച്ചിലിനെ അവൻ കാണുന്നു. നമ്മുടെ നടപ്പിനെ അവൻ കാണുന്നു. നമ്മുടെ ഈ കണ്ണുനീരിന്റെ കരച്ചിലിന്റെ കണ്ണുനീരെല്ലാം ഭാവിയിലെ റെഫറൻസ് വേണ്ടി കർത്താവ് ശേഖരിച്ച് സൂക്ഷിക്കുക. സെമിറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അവരുടെ ഇടയിലെ ദുഃഖിതരായ ആളുകൾ കരയുന്ന കണ്ണുനീർ ചെറിയ ബോട്ടിലുകളിലാക്കി അത് ഒന്നുകിൽ കല്ലറകളിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയും അത് ഒരു പേടകത്തിലാക്കി സൂക്ഷിക്കുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ വേദനയിൽ അവർ ചൊരിഞ്ഞ കണ്ണുനീരിന്റെ അളവിനെ പിന്നീട് തിരിഞ്ഞു നോക്കി ഇത്രയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു നാളിൽ നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കരഞ്ഞ കരച്ചിലിന്റെ കണ്ണുനീറുകൾ അത് എത്രമാത്രമായിരുന്നു എന്ന് കർത്താവ് നമ്മെ കാണിച്ചു തരും. അവിടുന്ന് അത് നമ്മളോട് ബോധ്യപ്പെടുത്തും. നിന്റെ കണ്ണുനീർ എൻ്റെ തുരുത്തിയിൽ ഉണ്ട്. ദാവീദ് അങ്ങനെ പറഞ്ഞു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ. വാസ്തവത്തില് എൻ്റെ ഹൃദയം തകർക്കപ്പെടുന്ന സമയത്ത് കർത്താവ് ആ ജീവിത സ്റ്റായിൽ കൂടി കടന്നു പോവുകയും എൻ്റെ വേദനകളെ തൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ചെയ്തു. എൻ്റെ കണ്ണുനീർ ചൊരിഞ്ഞ നാളുകളിൽ കർത്താവ് എൻ്റെ കണ്ണുനീർ ശേഖരിച്ച് തൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ചു. അതിനെല്ലാം ദൈവം ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. എന്തിനറിയാമോ? ഇന്ന് നാം കരയുന്ന കണ്ണുനീർ അന്ന് നമുക്ക് ഒരു സന്തോഷമാക്കി ദൈവം തരും. നമ്മുടെ എല്ലാ കണ്ണുനീരും
വാസ്തവത്തില് ദൈവത്തിന്റെ മഹത്വത്തിനായി വിലപിടിച്ച മുത്തുകളെ പോലെ ദൈവം മാറ്റുന്ന ഒരു ദിവസമുണ്ട്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന രാവാർക്കും ഉഷസെങ്കിലോ ആനന്ദഘോഷം വരുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോയില്ല എന്ന് എൻ്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. പല ആളുകളും അങ്ങനെയാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റൊക്കെ യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. ഇറാൻ, അമേരിക്കൻ ഐക്യനാടുകളും ഇസ്രായേലും ഇറാന് എതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം. അമേരിക്ക വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്നൊരു കോണ്ടിനെന്റാണ്. അങ്ങോട്ട് ചെന്ന് ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ വൈരാഗ്യം തീർക്കാൻ വയ്യാത്തതുകൊണ്ട് GCC കൺട്രികളിൽ എവിടെയെല്ലാം അമേരിക്കൻ ബേസ് ഉണ്ടോ അവിടോട്ടെല്ലാം മിസൈലുകൾ വാരി എറിയുകയാണ്. ഒരു വലിയ സ്ട്രെസ്സിലാണ് ഏതാണ്ട് 1 കോടിയോളം മലയാളികളും അതിലധികം ഇന്ത്യക്കാരും ഈ GCC കൺട്രികളിൽ ആയിരിക്കുന്നത്. എന്ത് ചെയ്യും എന്നവർക്കറിയാൻ വയ്യ. എല്ലാവരുടെയും മനസ്സിൽ വലിയ പ്രയാസമുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ പ്രയാസമുണ്ട്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ അവിടെയാണ്. അപ്പോൾ വാസ്തവത്തില് ഇങ്ങനെയുള്ള പ്രതിസന്ധിയുടെ നടുവിൽ ചുരുക്കം ചില ആളുകളെങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല വരുമാനമുണ്ട്, നല്ല ബാങ്ക് നിക്ഷേപമുണ്ട്, പിന്നെ എനിക്ക് എല്ലാ അനുകൂല സാഹചര്യങ്ങളും സുഖസൗകര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് ചിലപ്പോൾ മനുഷ്യരായ ആളുകൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന നിമിഷത്തിലാണ് അപ്രതീക്ഷിതമായി ഇതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോവുകയല്ല. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്ന് ദാവീദ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭയം ദൈവസന്നിധിയിൽ ദൈവത്തെ ആശ്രയിക്കാൻ ഹേതുവായി തീരുമ്പോൾ നമ്മുടെ ഭയം നീങ്ങി അവൻ നമ്മെ സന്തോഷം ഉടുപ്പിക്കുന്ന നാളുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ഗോഡ് സീസ് അവർ വാണ്ടറിങ്സ്. ദൈവം നമ്മുടെ ഉഴൽച്ചകളെ കാണുന്നു. ഹീ സീസ് അവർ വാക്ക്. അവിടുന്ന് നമ്മുടെ നടപ്പിനെ കാണുന്നു. ആൻഡ് ഹീ സീസ് അവർ ടീയേഴ്സ്. നമ്മുടെ കണ്ണുനീരിനെ അവിടുന്ന് കാണുന്നു. മാത്രമല്ല, ഹീ റെക്കോർഡ്സ് ഓൾ അവർ ടീയേഴ്സ് ഇൻ ഹിസ് ബോട്ടിൽസ് ആൻഡ് ബുക്ക്. അവിടുത്തെ തുരുത്തിയിലും പുസ്തകത്തിലും അവിടെ നമ്മുടെ കണ്ണുനീര് ശേഖരിച്ചു വെക്കുന്നു. അത്രയുമല്ല, നമ്മുടെ കാലടികൾ വഴുതിപ്പോകാൻ സമ്മതിക്കാതെ വണ്ണം അവൻ നമ്മെ പരിപാലിക്കുന്നു. ഇനി അതുമല്ല, നമ്മുടെ കരച്ചിൽ ദൈവം കണ്ടിട്ട് നമ്മുടെ കണ്ണുനീരെല്ലാം ശേഖരിച്ച് വെക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവം തൻ ശുദ്ധരിൻ കണ്ണുനീരെല്ലാം തുടയ്ക്കും അന്നാളിൽ എനിക്കിഷ്ടരാ ചേർക്കപ്പെട്ട വിശുദ്ധരോടുകൂടെ നിന്നെയും കാണുമോ, നിന്നെയും കാണുമോ, നിന്നെയും കാണുമോ ചൊൽ എൻ മനമേ എന്നൊരു പാട്ട് പഴയതുണ്ട്. ദൈവം തന്റെ വിശുദ്ധന്മാരുടെ കണ്ണുനീരെല്ലാം തുടച്ചു നീക്കുന്ന ഒരു ദിവസം. നമ്മൾ എത്ര കഷ്ടം സങ്കടങ്ങൾ സഹിച്ചു എന്ന് നമ്മുടെ സ്റ്റോറി മറ്റു പലരോടും പറഞ്ഞാൽ അവർക്ക് ആർക്കും മനസ്സിലാകില്ല. ഉദാഹരണം പറയാം, ഈ മക്കളെ വളർത്തി അവരെ പ്രബുദ്ധരാക്കാൻ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വിവാഹം കഴിപ്പിച്ചു വിടാൻ മാതാപിതാക്കൾ സഹിച്ച ത്യാഗത്തിന്റെ അളവ് പോലെ അവരുടെ ഹൃദയത്തിന്റെ വേദന, അവർ അനുഭവിച്ച പങ്കപ്പാടുകളൊക്കെ ചിലപ്പോൾ മക്കൾക്ക് അതിന്റെ തീവ്രതയിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ നമുക്കത് നന്നായിട്ടറിയാം. നമ്മൾ അനുഭവിക്കുന്ന മനോവേദനകൾ, അതിന്റെ ആഴം നാം അറിയുന്നതിനേക്കാൾ അധികം നമ്മുടെ ദൈവം അറിയുന്നു. ദൈവം അതെല്ലാം തന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. പല വീടുകളിലും മക്കളെ വിവാഹം കഴിപ്പിച്ചിട്ട് തങ്ങളുടെ മക്കളെ വേണ്ടതുപോലെ ശുശ്രൂഷ ചെയ്യാത്ത പുരുഷന്മാരുടെ സ്വാർത്ഥ മനോഭാവവും അവരുടെ സ്നേഹരഹിതമായിരിക്കുന്ന ഇടപെടലുകൾ കണ്ട് ചങ്ക് തകർന്നു പോയി ജീവിക്കുന്ന പല മാതാപിതാക്കളുമുണ്ട്. പല വീടുകളിലും മക്കളെ വിവാഹം കഴിപ്പിച്ചിട്ട് സസന്തോഷം അവരെ ശുശ്രൂഷ ചെയ്യുന്ന പുരുഷന്മാരെയും അവരുടെ സ്നേഹത്തെയും കണ്ട് സന്തോഷിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. പല വീടുകളിലും
എനിക്കൊരബദ്ധം പറ്റിപ്പോയല്ലോ എന്നോർത്ത് നിരാശപ്പെടുന്ന പേരൻസ് ഉണ്ട്. എത്രയോ തലങ്ങളാണ് മനുഷ്യൻ കണ്ണുനീരും പ്രയാസവും അനുഭവിക്കുന്നത്. നമ്മൾ നന്മ ചെയ്തിട്ടുള്ളവർ നമ്മെ കരയിപ്പിക്കുന്നു. നമ്മിൽ നിന്ന് ഉപകാരം പ്രാപിച്ചുള്ളവർ നമ്മെ ഉപദ്രവിക്കുന്നു. അനർത്ഥകാലത്ത് സഹോദരനെ പോലെ നാം ഏർപ്പെട്ട പലരും നമുക്ക് നേരെ തിരിഞ്ഞ് അയോഗ്യമായത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയം നെടുവീർപ്പെടുകയും നാം ദുഃഖിക്കുകയും എന്തുകൊണ്ട് കർത്താവേ എന്ന് നമ്മോട് തന്നെ ചോദിക്കുകയും ചെയ്യും. എന്നാൽ ദൈവം നമ്മുടെ സങ്കടങ്ങളെ തൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കുന്നുണ്ട്. ആ തുരുത്തിയിൽ അവിടുന്ന് വരുന്ന ആളിൽ നമുക്കൊരാശ്വാസം പകരും. അത് നമ്മളെ തന്നെ കാണിക്കും, നിന്റെ കണ്ണുനീരിന്റെ അളവിതായിരുന്നു. അതിന് ഇരട്ടിയായ സന്തോഷം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകും. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. നമ്മുടെ കണ്ണുനീർ ദൈവത്തിന്റെ തുരുത്തി ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ കണ്ണുനീരിന് ഒത്തവണ്ണമുള്ള ഒരു സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹവും വിദൂര ഭാവിയിൽ ദൈവം നമുക്ക് നൽകും. പ്രത്യാശ കൈവിടാതെ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.